കുറേ ദിവസങ്ങളായി നമ്മൾ ഈ ജോലിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി, കൂട്ടപ്പിരിച്ചുവിടൽ, അതിൻ്റെയൊക്കെ വാർത്തകൾ കാണുന്നുണ്ട്. അതിൽ കൊച്ചിയിലെ ടാൽ ഡ്രോപ്പ് കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഏതായാലും ജോലിക്കാർക്ക് ആർക്കും ശമ്പളം ലഭിക്കുന്നില്ല എന്നതാണ് ജീവനക്കാർ പറയുന്നത്. 11 മാസം വരെ പലർക്കും ശമ്പളം നൽകാനുണ്ട്. നിക്ഷേപകരെ കൊണ്ടുവന്നാൽ ശമ്പളം നൽകാമെന്ന നിലപാടിലായിരുന്നു കമ്പനി. ശമ്പളം മുടങ്ങിയപ്പോഴും നിക്ഷേപകരെ ആകർഷിക്കാൻ കമ്പനി വലിയ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ടാൽ ഡ്രോപ്പിന്റെ സബ് കമ്പനികളിലേക്ക് ജീവനക്കാരെ മാറ്റിയത് കാരണം ലേബർ കോടതിയെ സമീപിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ജീവനക്കാർ പറയും. 6 മാസം മുതൽ 11 മാസം വരെയുള്ള സാലറി പെൻഡിങ് ആയ എംപ്ലോയീസ് ആണ് എല്ലാ ആൾക്കാരും അവിടെ ഉള്ളത്. 300ഓളം എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയീസിനും എൻ്റെ എംപ്ലോയീസിന് അവിടെ സാലറി പെൻഡിങ് ആണ്. നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ നിങ്ങൾക്ക് സാലറി നമുക്ക് തരാൻ കഴിയുള്ളൂ. നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരും, നമ്മൾ സാലറി തരാം, അല്ലാണ്ട് നിങ്ങൾക്ക് സാലറി തരാൻ പറ്റില്ല. ഇവർ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ വലിയ വലിയ പ്രോഗ്രാംസുകൾ നടത്തി ഇൻവെസ്റ്റേഴ്സിനെ സംഘടിപ്പിക്കുകയും ഇതിൽ എന്താക്കുന്നു വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാനാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഞാനിവിടെ ജോയിൻ ചെയ്തത് ടാൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഒരു 6 മാസത്തോളം കഴിഞ്ഞു, 7 മാസം ആയപ്പോഴത്തേക്കും ടാൽ ഡ്രോപ്പ് എന്താക്കുന്നു പറയുന്നു, നിങ്ങൾ HR ടീം, അഡ്മിനിസ്ട്രേഷൻ ടീം, എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഞങ്ങൾ എന്താക്കുന്നു സബ് കമ്പനീസ് ആയി രൂപീകരിക്കുന്നു. ഈ സബ് കമ്പനീസിലേക്ക് നിങ്ങൾ എന്താക്കുന്നു മാറ്റുന്നു. ഇങ്ങനെ വരുന്നത് അവർക്ക് എന്താക്കുന്നു ലീഗലി അവർക്ക് ഒരു ലൂപ്പ് ഹോൾ ആയിട്ട് മാറുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതൊരു കംപ്ലീറ്റ്ലി ഒരു കേസായിട്ട് ഫയൽ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു കേസായിട്ട് ഫയൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി എന്താ നിങ്ങളുടെ കേസിന് ഉണ്ടാവില്ല. അർജുൻ മറ്റന്നൂരാണ് ചേരുന്നത്. അർജുൻ, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ ജീവനക്കാരെ എത്തിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ നിക്ഷേപകരെ കൊണ്ടുവന്നാൽ ശമ്പളം തരാമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? മാത്രമല്ല, സബ് കമ്പനികൾ ഉണ്ടാക്കിയതോടുകൂടി അവർക്ക് നിയമപരമായി ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിനുള്ള വഴി കൂടി അടയുകയാണല്ലേ അർജുൻ? തീർച്ചയായും വിനീത, അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് 11 മാസം വരെ ശമ്പളം മുടങ്ങിയ തൊഴിലാളികളടക്കം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ജീവനക്കാർ തന്നെ പറയുന്നത്. അത്തരത്തിൽ ശമ്പളം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിക്ഷേപകരെ കൊണ്ടുവരൂ, അത്തരത്തിൽ നിക്ഷേപകരെ കൊണ്ടുവന്നാൽ ശമ്പളം നൽകാം എന്നൊരു മറുപടിയാണ് പലപ്പോഴും നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇവർക്ക് നിയമപോരാട്ടം നടത്തുന്നതിലും ചില പ്രതിസന്ധികളുണ്ട്. ടാൽ ഡ്രോപ്പ് എന്ന കമ്പനിയിലെ ജീവനക്കാരായാണ് ഇവർ വന്നതെങ്കിൽ പോലും പിന്നീട് ആ കമ്പനിയുടെ ഉപകമ്പനികളിലേക്ക് ഇവരെ മാറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ ആസൂത്രിതമായിട്ടാണ് ഈ തട്ടിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരെ കബളിപ്പിച്ചതെന്നാണ് ഈ തൊഴിലാളികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. മാത്രവുമല്ല, ഈ AI വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നഷ്ടമുണ്ടായത് എന്നാണ് കമ്പനിയുടെ വാദം. അത് പൂർണ്ണമായും തള്ളുകയാണ് ജീവനക്കാർ. മാത്രവുമല്ല, ഇത്തരത്തിൽ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി വലിയ പദ്ധതികൾ, വലിയ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൂടെയാണ് ഇവർ പണം സമാഹരിക്കുന്നത്. ആ പണം ഉപയോഗിച്ചാണ് ഈ കമ്പനി റൺ ചെയ്തിരുന്നത് എന്നും ജീവനക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഈ നിക്ഷേപകർ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഇപ്പോൾ നിയമപോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. അവർ DGPക്കും മറ്റും മുഖ്യമന്ത്രിക്കും മറ്റും പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ കോടികളാണ് പലരും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഈ കമ്പനിയിൽ നിക്ഷേപിച്ചത്. അവരൊക്കെ തന്നെ ഇപ്പോൾ പണം തിരിച്ചു ലഭിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി ഒരു ഭാഗത്ത് നിയമപോരാട്ടം നടത്തുന്നുണ്ട്. അതേസമയം ഇപ്പുറത്തെ ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലാണ്. അവരിൽ പലർക്കും ഇപ്പോൾ തൊഴിലില്ലാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യമാണ്. ശരി, അതാണ്. ഏതായാലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ടാൽ ഡ്രോപ്പ് കമ്പനി. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.